ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് പോവാണ്. അപ്പോൾ ഓണമൊക്കെ അല്ലേ, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ അച്ചുകൂടനുണ്ട് കേട്ടോ കൂടെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ 10 ദിവസം അവധിയൊക്കെയാണ്. എല്ലാവർക്കും പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പരീക്ഷ സൂപ്പറായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് ആദ്യം പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നമുക്ക് കാണാം. നമ്മളിപ്പോൾ മഴവില്ലിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബിരിയാണി കഴിക്കാനാണ് വന്നത്. പിന്നെ അപ്പോൾ സദ്യ എന്നപ്പോൾ സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കിൻഡർ ജോയും 7-അപ്പും വാങ്ങി. കറിയൊക്കെ അവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പള്ളിപ്പുറത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവർ കൊണ്ടുവരുന്നത് കഴിച്ചിട്ട് കാണാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഊണ് കഴിച്ചു. ഊമ്പിയ ഊണായിരുന്നു. അപ്പോൾ ഒരാൾ ഇവിടെ സങ്കടപ്പെട്ട് ഇരിപ്പുണ്ട്. കരയുന്നത് കാണാണ്ടിരിക്കാൻ കണ്ണാടി വെച്ചിരിക്കുകയാണ്. അമ്പാനെ കരയല്ലേ അമ്പാനെ ഇങ്ങനെ. നമുക്കിനി അഖിലാഞ്ജലി പറക്കി പോവാട്ടോ. അതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കാൻ പോകണല്ലോ. അപ്പോൾ ഞങ്ങൾ കാറിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തൊക്കെ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഏതാ ചൂട് സ്ഥലം? ഇതിപ്പം ഒറ്റപ്പുന്നയിലാണ് നമ്മളിപ്പം. കിൻഡർജി ഉണ്ട്, നമുക്ക് കിൻഡർജി പൊട്ടിച്ചാലോ? അപ്പോൾ കിൻഡർജി പൊട്ടിക്കാം. കിൻഡർജിയിൽ ഇങ്ങനത്തെ ഒരു പാക്കിങ്. ഞങ്ങൾ അങ്ങനത്തെ പാക്കിങ് അല്ല സാധാരണ വരാറ്. ഇതിൻ്റെ നോർമൽ. നമുക്ക് ആദ്യം ടോയ് അൺബോക്സ് ചെയ്യാം. എനിക്ക് ടോയുടെ സെക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ഗേൾസ് എഡീഷൻ തന്നെയാണ് വാങ്ങിക്കുന്നത്, കാരണം ഞാൻ ഗേളാണ്. എനിക്കറിയാമായിരുന്നു ഇത് വരുമെന്ന്. പ്രതീക്ഷിക്കാണ്ട് എനിക്ക് മോതിരം കിട്ടി ഗായ്സ്. ഓ സീൻ. എനിക്ക് ഇങ്ങനത്തെ ഒരു ടോയ് ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. കിൻഡർ ജോയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇതെങ്ങനെ വെക്കുന്ന? അപ്പൊ ഗായ്സ് എനിക്ക് ഓൾറെഡി കിട്ടിയതാണ്. എന്നാലും കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എനിക്ക് റിങ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ല. കാരണം എനിക്ക് കിട്ടിയതിൽ റിങ് ഇല്ലായിരുന്നു. നമുക്ക് ഓ സീൻ. ഇതിങ്ങനെ വെക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അച്ചുകൂട്ടം വെച്ച് തരുവാണെങ്കിൽ ഉറപ്പാണ്. ഇതിങ്ങനെ എന്തോ ആണ്, എന്തോ സാധനം. ഇതിനകത്ത് ഒരു സ്റ്റിക്കർ കൊടുത്തില്ല. സ്റ്റിക്കർ ഉണ്ട്. ഇതിന് സൂപ്പർ റിങ്. ഇത് റിങ്ങായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ തലയിലും വെക്കാം. ദേഷ്യം വരുന്നുണ്ട്. എന്നാലും സാരിയില്ല, നമുക്ക് വെക്കാം. അപ്പോൾ വെക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇനി നമ്മുടെ കഴിക്കാനുള്ളത് നമുക്ക് മോതിരം ഇട്ടുകൊണ്ട് തന്നെ കഴിക്കാം. അങ്ങനൊരു രസം. അപ്പുറത്തെ കയ്യിലിടാം. ഈ ചോക്ലേറ്റിൽ വ്യത്യാസം ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയം. ഈ പാക്കിങ് നല്ല കളറാണ്. പാക്കിങ്ങിൽ വന്നൊരു മാറ്റമുണ്ട്. പാക്കിങ്ങിൽ മാത്രമേ മാറ്റമുള്ളൂ, അല്ലാത്തത് സാധാരണ ചോക്ലേറ്റ് തന്നെയാണ്. അത് തന്നെ. അപ്പം അതെല്ലാവർക്കും അറിയാമല്ലോ, അത് അങ്ങനെ തന്നെയാണ്. എനിക്ക് അതിൻ്റെ വൈറ്റ് ക്രീമാണ് ഇഷ്ടം. അറിയാമല്ലോ എല്ലാവർക്കും. ഇത് കടയിൽ ഇരിക്കുന്നുണ്ടപ്പോൾ മേടിച്ചത്. ബാക്കി ഒരെണ്ണം എനിക്കിഷ്ടമല്ല. എനിക്ക് കിൻഡർ ജോയ് എൻ്റെ ഫേവറേറ്റാണ്. വേണം അതുകൂടെ കണ്ടില്ലല്ലേ. എനിക്ക് ഒരെണ്ണത്തിൻ്റെ ബോൾ പോലെ ഞാൻ വേസ്റ്റ് ചെയ്തത്. ഇങ്ങനെ കുത്തി പൊട്ടിച്ച് മിക്സ് ചെയ്ത് എന്ത് രസമായിരിക്കുമല്ലോ. ചോക്ലേറ്റ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഡയറി മിൽക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ എനിക്ക് ഒരു ഇത്തിരി ഡയറി മിൽക്കിനെ കൂടി പൊടിക്ക് ഇഷ്ടം ഡൈസാണ്. അതാണ് കേട്ടോ. അല്ലാതെ പിന്നെ കുഴപ്പമൊന്നുമില്ല. സ്നിക്കേഴ്സ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അതധികം അങ്ങനെയൊന്നും ഞാൻ കഴിക്കാറില്ല. എനിക്കത് ഫേവറേറ്റ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടമൊക്കെയാണ്. എന്നാലും എന്തോ പോലെ. പിന്നെ അഖിലാഞ്ജലിയിലുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ബൈ ഗൈസ്. എൻ്റെ എല്ലാ വീഡിയോയും കാണാറുണ്ടോ? താങ്ക് യു.
വന്നു കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട്. എന്നിട്ട് ഒരു പറഞ്ഞ് വീടൊക്കെ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ എന്നെ വിഷ് ചെയ്തു. പിന്നെ എനിക്കൊരു അനിയൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് എനിക്ക് എന്നെ കെട്ടിപ്പിടിച്ചു ചേച്ചി ഫോട്ടോ എടുത്തു. എന്നെ ആദ്യമായിട്ട് ഒരു സബ്സ്ക്രൈബർ കാണുന്നത്, പിന്നെ ഫോട്ടോ എടുക്കുന്നതൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഡെയറി മിൽക്ക് ചോക്ലേറ്റ് തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി വന്ന് മോളെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഡെയറി മിൽക്ക് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തോണ്ട് ചെന്നപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആണോ എൻ്റെ ഫസ്റ്റ് അതായത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ട ആ ചേച്ചിയാണെന്നാണ് ആ ചേച്ചി പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു. അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ തോന്നി. ഞാൻ ചോക്ലേറ്റ് കൊടുത്തു. ആ ചേച്ചിയുടെ മോൾ എൻ്റെ ബിഗ് ഫാനാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് ഫാനെന്ന് എന്തായാലും അറിയാം, എനിക്ക് ടേബിൾ ഫാനാണോ അങ്ങനെയൊക്കെ വിചാരിച്ചു ഞാൻ. പിന്നെ ഇനിയിപ്പോൾ എല്ലാ സബ്സ്ക്രൈബറും ഇവിടെയൊക്കെ അടുത്ത് തന്നെ, ആ ചേച്ചിയുടെ വീട് അവിടെ അടുത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ എന്നെ വഴി വെച്ച് കാണുകയാണെങ്കിൽ ഒന്ന് വിളിക്കണേ. അപ്പോൾ ഗായ്സ് നമ്മൾ പാർക്കിലൊക്കെ പോയി ക്ഷീണിച്ചതാ. ഒരാളിവിടെ ക്ഷീണിച്ചിരിപ്പുണ്ട്. ഇനി എന്താ കാര്യം, ഒരു ടിഷ്യൂ ഒക്കെ എടുത്ത് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ക്ഷീണിച്ചപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട്. അവിടെ നിന്ന് ബർഗർ, പിന്നെ എന്താ വിളിച്ചേ യൂണിബിക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ്, പിന്നെ എന്തായിരുന്നു പേട. അവർ പേട വെച്ചായിരുന്നു. ഒരു പേട കാണുന്നില്ലല്ലോ ചുട്ടാ, പേട കാണുന്നില്ല. അത് ചിലപ്പോൾ വെച്ച് കാണത്തില്ല, അതൊക്കെ പോട്ടെ. അപ്പോൾ പിന്നെ ഉള്ളത് പപ്സും ആണ് കേട്ടോ. അതിന് പേട മേടിച്ചായിരുന്നു. അതിൻ്റെ അടി ഇരിപ്പുണ്ട് പേട. അപ്പം ഇതാ ഇയാൾ നോക്കുന്നുണ്ട്. ക്ഷീണിച്ചു കേട്ടോ. നമ്മൾ ഭാഗ്യാഞ്ജലി കയറാനാണ് ഇരുന്നത്. ഒരു പണി കിട്ടി ഗൈസ്. വമ്പൻ തേപ്പിട്ട് എൻ്റെ ഡ്രസ്സ് കീറിപ്പോയി. ഇതാ കണ്ടോ കീറിയത്. ഇനിയിപ്പോയി സ്റ്റിച്ച് ചെയ്യണം. ഇന്നല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പം എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് വേഗം ഒന്ന് എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം എങ്ങനെയെങ്കിലും വീടെത്താനാണ് ഞാൻ കാത്തിരിക്കുന്നത്. നമ്മൾ എന്തായാലും അഖിലാഞ്ജലി പോണത് ക്യാൻസൽ ചെയ്തു. എന്തെങ്കിലും തണലത്ത് പോയിരുന്ന് ഇത് കഴിക്കാം, എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. കഴിക്കുമ്പോൾ കാണാം.